യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക്, സൗഖ്യപ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിന് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കണം. വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും വചനം ധ്യാനിക്കുവാനും, അതുമാത്രമല്ല വചനം ജീവിതത്തിൽ അനുസരിക്കുവാനും നമ്മൾ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. വചനം ജീവിതത്തിൽ അനുസരിക്കുക അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ ശരിക്ക് ബലം പിടിക്കണം. നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. വചനത്തിൽ ജീവിക്കണമെങ്കിൽ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. വചനം ധിക്കരിച്ചാൽ ഉറപ്പാണ് തകർച്ചയുണ്ടാവും. വചനം ധിക്കരിക്കുന്നവൻ തട്ടി വീഴും. ആ വീഴ്ച വലുതായിരിക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തില് 6 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കില്ല. ആ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഉറപ്പാത്. യേശുവിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിക്കേണ്ടി വരത്തില്ല. ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. യേശുവിനെ ആര് വിളിച്ചപേക്ഷിച്ചോ അവർ ഉറപ്പാണ് അനുഗ്രഹിക്കപ്പെടും. അവരുടെ കൂടെ യേശു ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ മൂലക്കല്ല് യേശു ക്രിസ്തു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ തട്ടി വീഴും. വചനത്തെ ധിക്കരിക്കുന്നവർ, വചനം വളച്ചൊടിക്കുന്നവർ, വചനം അനുസരിക്കാത്തവർ, ദൈവത്തിന്റെ വാക്കുകളെ നിസ്സാരമായി തള്ളിക്കളയുന്നവർ, ദൈവത്തിന്റെ വചനത്തെ പുച്ഛിക്കുന്നവർ, വചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കാത്തവർ, ഓർപ്പിക്കുന്നു, അവർ തട്ടി വീഴും. അവർ തട്ടി വീഴും. ആ വീഴ്ച വലുതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവെന്ന മൂലക്കല്ല്, ആ മൂലക്കല്ലിനെ ആര് ധിക്കരിച്ചാലും, ആ മൂലക്കല്ല് ദൈവത്തിന്റെ വചനമാണ്. ക്രിസ്തു ആരാ? വചനമാണ്. ക്രിസ്തുവിനെ ധിക്കരിച്ചാൽ വചനത്തെ ധിക്കരിക്കുന്നത്. വചനത്തെ ധിക്കരിച്ചാൽ യേശുവിനെയാണ് ധിക്കരിക്കുന്നത്. യേശു തന്നെയാണ് ദൈവത്തിന്റെ ജീവന്റെ വചനം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തില് 11-12 വചനങ്ങൾ. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു.
ആ കല്ലാണ് യേശു ക്രിസ്തു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ച് ജീവിതത്തിൽ നീ മുന്നേറാൻ ശ്രമിച്ചാൽ ജീവിതത്തില് ശക്തമായ തിരിച്ചടികളും തകർച്ചകളും വന്ന് സംഭവിക്കും. മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യന്റെ ഭവനം കൊടുങ്കാറ്റടിച്ചപ്പോൾ, വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ തകർന്നു വീണു. അതിന്റെ വീഴ്ച വലുതായിരുന്നു. നമ്മുടെ ജീവിതം വചനത്തിൽ നമ്മൾ പടുത്തുയർത്തണം. വചനം അനുസരിക്കുന്നവരായിട്ട് മാറണം. വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. വചനത്തിനു വേണ്ടി നമ്മൾ വില കൊടുക്കണം. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ധ്യാനമൊക്കെ കൂടി ദൈവാനുഭൂതി വന്നൊരു ബിസിനസ്സുകാരാണ്. അദ്ദേഹം തന്റെ ദശാംശം കൃത്യമായിട്ട് 10% ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തുടങ്ങി. അനേക വർഷങ്ങളായിട്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വൻ തകർച്ച ഉണ്ടായി. വലിയ നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്നേഹിതരൊക്കെ പറഞ്ഞു, ഇത്രയും കാലം വചനമനുസരിച്ച് ദശാംശമൊക്കെ കൊടുത്തിട്ടും തകർച്ചയാണല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകളിതാ, എന്തൊക്കെ തകർച്ച വന്നാലും ഞാൻ കർത്താവിന് ദശാംശം കൊടുക്കും. ഹല്ലേലൂയ. ഏതാനും വർഷങ്ങളെ തകർച്ചയിലൂടെ കടന്നുപോയെങ്കിലും വീണ്ടും ഇതാ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കർത്താവ് അനുഗ്രഹിച്ച് വീണ്ടും ഉയർത്തുവാനായിട്ട് തുടങ്ങി. ആ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ പോലും തകർച്ചകളുണ്ടാവാം, വിഷമുണ്ടാവാം. അവിടെയും നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പോടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വചനം ധിക്കരിക്കുന്നവൻ ഉറപ്പാണ് തട്ടി വീഴും. ആ വീഴ്ചയിൽ മാരകമായ പരിക്ക് ഏൽക്കുകയും ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. ദൈവത്തിന്റെ വചനം വായിക്കുക, പഠിക്കുക, അനുസരിക്കുക. അത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. ഇപ്പോൾ നീ ആരംഭിക്കണം ദൈവത്തിന്റെ വചനത്തിലുള്ള ജീവിതം. സുഭാഷിതങ്ങള് 30-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങള്, ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. ദൈവത്തിന്റെ ഓരോ വാക്കും വിശുദ്ധ ബൈബിളിലെ ഓരോ വാക്കും ദൈവത്തിന്റെ വാക്കുകളാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കർത്താവിന്റെ പ്രവാചകന്മാര്, കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലെ ഓരോ വാക്കും അത് സത്യമാണ്. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ഇരുമ്പ് കവചം പോലെ ദൈവത്തിന്റെ വചനം നമ്മെ സംരക്ഷിക്കുക. എനിക്ക് ജീവിതത്തിൽ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രത്യേക ചില മേഖലകളിൽ ദൈവത്തിന്റെ വചനങ്ങള് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ ആ വചനം നടന്ന അനുഭവങ്ങൾ, ഒത്തിരി അനുഭവമുണ്ട്. ഒരേ വചനം പല ആവർത്തി ഏറ്റുപറഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ആ വചനം അതുപോലെ തന്നെ സംഭവിക്കുക. ഒരു വ്യത്യാസമില്ല. കാരണം വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവും ജീവനും ഉണ്ട്. അവിടുത്തെ വാക്കുകളോട്
ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. കർത്താവിന്റെ ഈ തിരുവചനങ്ങളോട് ഒരു വാക്കുപോലും കൂട്ടിച്ചേർക്കാനോ മാറ്റുവാനോ നമുക്കാർക്കും അവകാശമില്ല. ദൈവത്തിന്റെ വചനം, അതിന് മാറ്റമില്ല. ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. അവിടുന്ന് നീതിമാനാണ്, വിശ്വസ്തനാണ്, അനന്തമായ കരുണയാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കും നിലനിൽക്കുന്നു. ആ വാക്കിന് ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ അവന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. ആ വചനം എന്നും നിലനിൽക്കും. ആ ദൈവത്തിന്റെ വചനത്തെ സ്വന്തം താല്പര്യപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം വളച്ചൊടിച്ചാൽ അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആര് വചനം വളച്ചൊടിക്കുന്നുവോ അവർ അതിന് കണക്ക് പറയേണ്ടി വരും, അതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ദൈവത്തിന്റെ വചനത്തെ അധിക്ഷേപിക്കാനും വളച്ചൊടിക്കാനും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അവകാശമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ആ വചനം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22. നമ്മൾ ഒത്തിരി തവണ കേട്ട വചനമാണ്. നിങ്ങൾ വചനം മാത്രം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കണം. വചനം കേൾക്കുന്ന ആത്മവഞ്ചകർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കത, ആത്മവഞ്ചന ചെയ്യാതെ, ആത്മവഞ്ചന, ആത്മാവിനോട് നമ്മൾ വഞ്ചന ചെയ്യുക, ആത്മവഞ്ചന ചെയ്യുന്നവരാ. വചനം കേൾക്കുക മാത്രമേ ഉള്ളൂ, ആ വചനം ജീവിതത്തിൽ അനുസരിക്കത്തില്ല, വചനം പ്രാവർത്തികമാക്കത്തില്ല. അത് വലിയ തെറ്റാണെന്ന യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ ജീവിതത്തില് വചനം അനുവർത്തിക്കുന്നവരാണ്. വചനം ഒന്ന് പാലിക്കാനായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിന് വലിയ ശക്തിയുണ്ട്. വചനം ദൈവത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ദൈവം പറഞ്ഞ ഓരോ വാക്കുകളും അത് എന്നും നിലനിൽക്കും. റോമ 9:6. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ വചനം യുഗാന്ത്യം വരെ, ലോകത്തിന്റെ അന്ത്യം വരെ ഈ വചനം നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം, 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം കൊണ്ട് അവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കി. വചനം കൊണ്ട് അശുദ്ധാത്മാവിനെ കർത്താവ് ബഹിഷ്കരിച്ചു. വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു പിശാചിനും നമ്മെ ബന്ധിക്കാനാവില്ല. വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മിലെ തിന്മയുടെ ബന്ധനങ്ങള്, പൈശാചിക സ്വാധീനങ്ങൾ നമ്മളെ വിട്ടുപോകും. നമ്മൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-19 വചനങ്ങൾ. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ
മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ വചനങ്ങള്, ദൈവത്തിന്റെ കൽപ്പനകള്, ദൈവത്തിന്റെ നിയമങ്ങള് വള്ളിയോ പുള്ളിയോ ഇനി മാറ്റമില്ല. മാറ്റാൻ ആർക്കും പറ്റില്ല. വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ഈ വചനം എന്തും നിലനിൽക്കും. ഈ വചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. 19-ാം വചനം, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ വചനങ്ങള്, ദൈവത്തിന്റെ പ്രമാണങ്ങള്, ദൈവത്തിന്റെ കൽപ്പനകള് അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവൻ, വചനത്തെ അവഗണിക്കുന്നവർ നിസ്സാരരെന്ന് ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അത്രമാത്രം വിലയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഓരോ വചനത്തിനും ക്രിസ്തുവിന്റെ ഒപ്പം വിലയുണ്ട്. ഇത് ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. 2 മക്കബായർ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം പറയുന്നു, അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ, അത് മനുഷ്യരാവാം, പിശാചാവാം, എന്തുമാവട്ടെ, ഈ വചനം കൊണ്ട് നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. അവർ ആയുധത്തില്, ശരീരത്തിന്റെ ബലത്തില്, സാഹസ കൃത്യങ്ങളില് ആശ്രയിക്കുന്നു. നമ്മളോ ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ വചനത്തിലും ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെ വചനങ്ങള്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. നിങ്ങള് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്, വീണ്ടും ജനിച്ചത് ദൈവത്തിന്റെ ശക്തമായ വചനത്തിൽ നിന്നാണ്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. എല്ലാം നശിക്കും, എല്ലാം കടന്നു പോകും, പക്ഷെ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ആ വചനം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മൂലമുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. വചനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയെല്ലാം മാറ്റപ്പെടുന്ന ഒരു നാൾ വരും. എല്ലാം നശിക്കും, പക്ഷെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്നും നിലനിൽക്കും. ഈ വചനമാണ് നമ്മുടെ ശക്തി. വചനത്തിൽ കൂടുതൽ ആശ്രയിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങൾ സംഭവിക്കട്ടെ. പാപദുശീലങ്ങൾ വിട്ടുമാറട്ടെ. പൈശാചിക പീഡമുള്ള രോഗങ്ങൾ യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുമാറട്ടെ.
യേശുവിന്റെ നാമത്തിൽ പിശാചിനെയും അവൻ്റെ ശക്തിയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അത്ഭുത ദൈവശക്തി ഒഴുകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാവട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ. അസ്ഥിരോഗങ്ങൾ സൗഖ്യമാവട്ടെ. ട്യൂമറുകൾ പറ്റിപ്പോവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ആമേൻ. ഇവരെല്ലാവരുടെയും മുട്ട് തിന്നുന്നതാണ്. ഹല്ലേലൂയ. സത്യമാണ് ചേച്ചി. ഏത് കാൽമുട്ടാ? രണ്ടു മുട്ടും തെന്നിപ്പോകും. കൂടുതൽ എത്ര വർഷമായി? കുറെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെയുള്ള. പിന്നെ ഇപ്പൊ ഇടയായിട്ട് വീണിട്ട് നല്ല. പേരെന്താ? എൻ്റെ പേര് ഐറിൻ. ഐറിന്റെ കാൽമുട്ട് വർഷങ്ങളായിട്ട് തിന്നുന്ന? എൻ്റെ ഒരു 15 വർഷമായിട്ട് തെറ്റുന്നായിരുന്നു. വലത്തെ കാൽമുട്ട് തിന്നി പോന്ന. ഞാൻ മലയാറ്റൂർ പോയി ഇറങ്ങിയ സമയത്ത് 7ാമത്തെ സ്ഥലത്ത് വെച്ച് സ്ലിപ്പായതാണ്. ഏത് കാൽമുട്ടാ? ഇടതേക്കാല്. ഇടത്തെ കാൽമുട്ട് തിന്നിപ്പോവും. എനിക്ക് 20 വർഷം മുമ്പ് ഇങ്ങനെ മുട്ടുകാലി. ഇടത്തെ കാൽമുട്ട് തിന്നുന്ന? 4 വർഷമായി. 4 വർഷമായി. 4 വർഷമായി. 3 വർഷമായി. ഏത് കാൽമുട്ടാ തിന്നുന്നത്? വലത്തെ കാൽമുട്ട് 3 വർഷമായിട്ട് തിന്നും. പേരെന്താ? ടീന. 26 വർഷമായി. ഏത് കാൽമുട്ടാ തിന്നുന്നത്? വലത്തെ കാൽമുട്ട്. ചേട്ടൻ? 20 വർഷം മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഏത് കാൽമുട്ടാ? വലത്തെ കാലം. ഉണ്ടോ? നിങ്ങൾ കേട്ടു. ഇവരെ ആരുമായിട്ടും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഉണ്ടോ? നിങ്ങൾ ആരുമായിട്ടും പരിചയമുണ്ടോ? നേരിട്ട് പരിചയമുണ്ടോ? ഉണ്ടോ? എനിക്കാരും അറിയത്തില്ല. നിങ്ങളാരും അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കാവോ? എന്നെ ഒന്ന് നോക്കാവോ? എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. വലിച്ചു കുറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. എടുക്കരുന്ന 3 വർഷം യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടൂരത്തില്ല. വലിച്ചു കൊടുഞ്ഞു. നിങ്ങൾ ശക്തമായിട്ട് വലിച്ചു കൊള്ളട്ടെ. വലിച്ചു തൊടിച്ച് അങ്ങോട്ട് തൊടിക്കട്ടെ. ആഞ്ഞു തൊടിച്ചോ. എന്നെ വേണേം ചെയ്തോ നിങ്ങൾ. ഇനി തിരിച്ച് മുട്ടിളകട്ടെ. മുട്ട് 2 സ്ഥലത്തേക്ക് തിരിക്കട്ടെ. കൊള്ളാം. ഒരരങ്ങുണ്ടല്ലോ, ഒരു ഡാൻസിൻ്റെ അരങ്ങുണ്ട്. കൊള്ളാം, അടിപൊളിയാ. തിരിച്ചേ. എങ്ങനെ വേണേലും മുട്ടുവട്ടം കറക്കോ, എന്ത് വേണം ചെയ്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 3 വർഷമായിട്ട് കാൽമുട്ടൂരുന്ന സഹോദരി കാല് തൊഴിച്ച്, അഞ്ഞു തൊഴിച്ച്. ഇങ്ങനെ മുട്ട പിടിച്ച് ഇളക്കിക്കേ. ഇങ്ങനെ തിരിച്ചിളക്കിക്കേ. എല്ലാവരും കാൽമുട്ട പിടിച്ചിട്ട് ഇളക്കിക്കേ. എന്നെ വേണം ചെയ്തോ. സന്തോഷമായോ? സന്തോഷമായോ? ഇനി ഈ കാൽമുട്ട ഊരത്തില്ല. ധൈര്യമായിട്ട് വയ്ക്കൂ. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.